നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി വടുതലയിലെ വാടക വീട്ടിൽ 5 അംഗ കുടുംബം ജീവനൊടുക്കിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഭൗതിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകൻ കാർണിവന്റെ ചികിത്സയ്ക്കായി കൊച്ചിയിൽ എത്തിയെന്നാണ് അയൽവാസികളോടും വീട്ടുടമയോടും ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരം പൂവച്ചലിലെ വീട്ടിൽ നിന്നും ആരോടും പറയാതെ മക്കളുമായി ഇറങ്ങിപ്പോയ അശ്വതിയെയും സംഘത്തെയും കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ബന്ധുക്കളും കുടുംബവുമായി ഉണ്ടായിരുന്ന തർക്കത്തിനൊടുവിൽ അശ്വതിയും കുടുംബവും കൊച്ചിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നുവോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അശ്വതിയുടെ ഭർത്താവ് അക്ഷത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിന് കൃത്യം 1 മാസത്തിന് ശേഷം ഓഗസ്റ്റിലാണ് അശ്വതി മക്കളെയും കൂട്ടി പൂവച്ചലിലെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. അശ്വതിയെയും പേരക്കുട്ടികളെയും കാണാനില്ല എന്ന് കാട്ടി അക്ഷതിന്റെ അമ്മ ഉഷ 3 തവണ കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി കൊച്ചിയിൽ നിന്ന് മരണവാർത്ത എത്തുന്നത്. പോലീസ് അന്വേഷണം പുരോഗമിക്കവേ അശ്വതി അതീവ രഹസ്യമായി പൂവച്ചലിലെ വീട്ടിലെത്തി മടങ്ങിയിരുന്നു. അമ്മായിയമ്മ ഉഷ വീട്ടിലില്ലാതിരുന്ന സമയം നോക്കി വീട് കുത്തി തുറന്നാണ് അശ്വതി അകത്ത് കയറിയത്. തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് മടങ്ങിയ അശ്വതി ഉഷ താമസിക്കുന്ന മുറി ഒഴികെ വീട്ടിലെ ബാക്കി എല്ലാ മുറികളും പൂട്ടിയിടുകയും ചെയ്തു. പോലീസിനെ പോലും വെട്ടിച്ച് നടത്തിയ ഈ സന്ദർശനം അശ്വതി മറ്റാരൊക്കെയോ ഭയപ്പെട്ടിരുന്നോ എന്ന സംശയം ജനിപ്പിക്കുന്നുണ്ട്. കൊച്ചിയിലെത്തിയ ശേഷം മൂത്ത മകൻ കർണവിനെ സ്കൂളിൽ ചേർത്തിരുന്നില്ല. തിരുവനന്തപുരം ചാരുപ്പാറ വിശ്വദീപ്തി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്ന കർണവിന് ചികിത്സ നൽകുന്നുണ്ടെന്നും ഇവർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ വടുതലയിലെ വീട്ടിൽ ഇവർ ആരുമായും അധികം സമ്പർക്കം പുലർത്തിയിരുന്നില്ല. അയൽവാസികൾക്കും വീട്ടുടമയ്ക്കും ഇവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നത് ഇവർ ബോധപൂർവം ഒറ്റപ്പെട്ട് കഴിയാൻ ശ്രമിച്ചിരുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിളപ്പിൽ ശാലയിലുള്ള അശ്വതിയുടെ സ്വന്തം വീട് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. UPI വഴിയാണ് വാടക വാങ്ങിയിരുന്നത്. ഇടയ്ക്ക് ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നുവെങ്കിലും അടുത്ത കാലത്തായി അശ്വതി ആരെയും വിളിച്ചിരുന്നില്ല എന്ന് വാടകക്കാർ പറയുന്നു. സ്വത്ത് തർക്കങ്ങളും ഭർത്താവിന്റെ മരണത്തെ തുടർന്നുണ്ടായ മാനസിക സംഘർഷങ്ങളുമാണ് അശ്വതിയെയും മാതാവ് ശ്രീകുമാരിയെയും ഇത്തരമൊരു കടുംകൈക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. അക്ഷതിന്റെ മരണശേഷം വീട്ടിൽ അശ്വതിയും അമ്മായിയമ്മയും തമ്മിൽ സ്വത്തുക്കളെ ചൊല്ലി വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു. പൂവച്ചലിലെ വീട്ടിൽ നിന്ന് മാറിയ ശേഷം അശ്വതി എവിടെയാണെന്നോ ആരുടെ കൂടെയാണെന്നോ ഉള്ള വിവരങ്ങൾ ഉഷയ്ക്ക് നൽകിയിരുന്നില്ല. മക്കളെ വിട്ടു നൽകാൻ അശ്വതി തയ്യാറാകാതിരുന്നതും നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് ഉറപ്പായതും ഇവരെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകാം. മരണത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മക്കൾക്ക് ജ്യൂസിൽ വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം അശ്വതിയും ശ്രീകുമാരിയും ഹാളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ വീട്ടുടമയുടെ ബന്ധുക്കൾ എത്തിയപ്പോഴാണ് വീട് അകത്ത് നിന്ന് പൂട്ടിയ നിലയിൽ കണ്ടെത്തിയത്. ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് തുറന്നപ്പോഴാണ് നാടിന് നടുക്കിയ കാഴ്ച കണ്ടത്. അശ്വതിയും ഭർത്താവും 1 വർഷമായി പിരിഞ്ഞു കഴിയുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ കാരണം അക്ഷത ആത്മഹത്യ ചെയ്ത് അശ്വതിയെ കൂടുതൽ ഒറ്റപ്പെടുത്തി. നാട്ടുകാരുമായുള്ള പ്രശ്നങ്ങളും ഒറ്റപ്പെടലുമാണ് മരണത്തിന് കാരണമെന്ന് ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. എങ്കിലും ചികിത്സയുടെ പേരിൽ കൊച്ചിയിലെത്തി വീട് വാടകയ്ക്കെടുത്ത് ഒളിവിൽ കഴിഞ്ഞത് എന്തിനാണ് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറിയത് ആസൂത്രിതമായിരുന്നുവോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ രേഖകളും ബാങ്ക് ഇടപാടുകളും പരിശോധിക്കുന്നതിലൂടെ മാത്രമേ കൊച്ചിയിലെ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ചികിത്സയ്ക്കായി എത്തിയവർ ആശുപത്രിയിൽ പോയിരുന്നോ എന്ന കാര്യവും അന്വേഷണ പരിധിയിലുണ്ട്. ഒരു കുടുംബത്തിലെ 5 പേർ ഇല്ലാതായ വാർത്ത തിരുവനന്തപുരത്തെ ഇവരുടെ ജന്മനാടിനെ നടുക്കിയിരിക്കുകയാണ്. അക്ഷതിന്റെ മരണത്തിന് 8ാം മാസമാണ് ഭാര്യയും മക്കളും മാതാവും ഒരുപോലെ ജീവിതം അവസാനിപ്പിച്ചത്. വടുതലയിലെ ആ വാടക വീട്ടിൽ കഴിഞ്ഞ 2 മാസമായി ഇവർ അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷങ്ങളും ഒളിച്ചോട്ടത്തിന്റെ കാരണങ്ങളും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്.